ദൈവനാമത്തിന് മഹത്വം. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി എന്നുള്ളതാണ് നാം ധ്യാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ദൈവമക്കളാണ്, നമുക്കറിയാം. എന്നാൽ നമുക്ക് പോരാട്ടം പലതുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും ഇപ്രകാരം പറയുന്നത്: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ജഡത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജഡാഭിലാഷം അനുസരിച്ച് ജീവിക്കുന്നു എന്നല്ല, നമ്മൾ ഈ ശരീരത്തിലാണ് ജീവിക്കുന്നത്. എന്നാലും നമ്മൾ ജഡപ്രകാരമല്ല പോരാടുന്നത്, ജഡപ്രകാരമല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ ആയുധങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാം. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. അപ്പോൾ ആത്മീയമായ ആയുധങ്ങളാണ് നാം ഉപയോഗിക്കുന്നത്. അതിന് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവയാണ്. ദൈവസന്നിധിയിലാണ് അതിൻ്റെ ശക്തിയുള്ളത്. അവയാലാണ് നാം സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയുന്നത്. ഇത് ആരോടാണ് നാം യുദ്ധം ചെയ്യുന്നതെന്നും നമുക്കറിയാം. എഫേസ്യ ലേഖനം 6:12 പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതായത് ശരീരത്തിലല്ല നമ്മുടെ പോരാട്ടം, അല്ലെങ്കിൽ ശരീരം കൊണ്ടല്ല നമ്മുടെ യുദ്ധം. പിന്നെ ആരോടാണ് നാം യുദ്ധം ചെയ്യുന്നത്? നാം വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്, ഇവയോടൊക്കെയാണ് നാം യുദ്ധം ചെയ്യുന്നത്. എങ്ങനെയാണത്? വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, അന്ധകാരത്തിൻ്റെ ലോകാധിപതികളുണ്ട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് വെച്ചാൽ അതൊരു വലിയൊരു ഹൈറാർക്കിയായിട്ടാണ് ദുഷ്ടൻ്റെ ഈ ദൂതന്മാരെല്ലാം. അതായത് സ്വർഗത്തിൽ എങ്ങനെയായിരുന്നോ ആ ഒരു ഓർഡറിൽ ആണ് ഇന്നും ദുഷ്ടൻ ആ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. അവന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സിസ്റ്റമുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ കൂടെയാണ് അവന് ജോലി ചെയ്യുന്നത്. അപ്പോൾ നാം ആ സിസ്റ്റത്തെ നമുക്ക് തകർക്കാൻ കഴിയുന്നത് നാം ആയുധത്തോടു കൂടെ പോരാടിയാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ ആയുധത്തെക്കുറിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പിന്നീട് പറയുന്നുണ്ട്. ആ ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് വേറൊരു ദിവസം ധ്യാനിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് സങ്കല്പങ്ങൾ. എന്തൊക്കെ സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ പോരാട്ടത്തിനായിട്ട് വരുന്നതെന്നൊന്ന് നോക്കാം. എങ്ങനെയാണ്? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന വിധത്തിലുള്ള ചില പാരമ്പര്യങ്ങളുണ്ട്, ചില തത്വചിന്തകളുണ്ട്, ചില മുൻവിധികൾ, ആചാര അനുഷ്ഠാനങ്ങൾ, പിന്നെ ചില രീതികൾ. ഇനി അത് തന്നെയാണോ നമ്മുടെ സഹവിശ്വാസികളിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന ചില നിർബന്ധങ്ങൾ. ഇതൊക്കെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു പറയാത്ത ചില കാര്യങ്ങൾ. അപ്പോൾ നാം ക്രിസ്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ നാം എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മോട് പ്രേരിപ്പിക്കാത്ത കാര്യങ്ങൾ എന്നാണ്. നാം എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ആത്മാവിലൂടെയാണ് ക്രിസ്തുവിനെ നാം രുചിച്ചറിയുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മെ നടത്തുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ് നാം അനുസരിക്കേണ്ടത്. അല്ലാതെ ചിലരുടെ സ്വപ്നങ്ങളോ, ചിലരുടെ ദർശനങ്ങളോ, ചിലരുടെ പ്രവചനങ്ങളോ ഒന്നുമല്ല നമ്മളെ നയിക്കേണ്ടത്. ചിലരൊക്കെ പറയും അവർ വളരെ സിദ്ധിയുള്ള ആളുകളാണ്, അവർ പറയുന്നത് കേട്ടാൽ മതി. അല്ല, നാം എന്താണ് കേൾക്കേണ്ടത്? നാം കേൾക്കേണ്ടത്, അല്ലെങ്കിൽ നാം വായിക്കുന്നത് എന്താണ്? കർത്താവ് തന്നെ ചോദിക്കുന്നു, തിരുവെഴുത്തുകളിൽ അതിനെക്കുറിച്ച് എന്തു പറയുന്നു? നിങ്ങൾ എന്ത് വായിക്കുന്നു? ഇത്
പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് തിരുവചനം. അപ്പോൾ തിരുവചനത്തിനനുസരിച്ച് വേണം നാം ജീവിക്കാൻ. അതാണ് ആത്മാവിൻ്റെ ആ ഒരു പ്രോംപ്റ്റിങ്സ് അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. കാരണം ആത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ലഭിക്കുന്നത് എഴുതപ്പെട്ട വചനത്തിൽ കൂടെയാണ്. അല്ലാതെ പേഴ്സണലായിട്ട് ഉള്ള ചിന്തകളോ കാര്യങ്ങളോ അല്ല. ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള ചിന്തകളോ ദർശനങ്ങളോ ലഭിക്കാം. പക്ഷേ ആ ലഭിക്കുന്ന ദർശനങ്ങളും ചിന്തകളുമൊക്കെ വചനാധിഷ്ഠിതമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ വചനാധിഷ്ഠിതമായിട്ട് അതിനെ പരിശോധിച്ചില്ലെങ്കിൽ, വചനം അതിനെ ശരിവെക്കുന്നില്ലെങ്കിൽ, ആ ദർശനങ്ങളും പറച്ചിലുകളും പ്രവചനങ്ങളും എല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുക എന്ന്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള അനുസരണം എന്ന് വെച്ചാൽ വചനത്തിൻ്റെ അനുസരണം. വചനമാണല്ലോ ക്രിസ്തു. വചനം ആണ് നാം അനുസരിക്കേണ്ടത്. ഇനി ആരെന്ത് പറഞ്ഞാൽ തന്നെയും വചനാധിഷ്ഠിതമാണോ അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണോ എന്ന് നാം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിശോധിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്നതാണ് ക്രിസ്തീയമായിട്ടുള്ള ഒരു ജയജീവിതം നമുക്കുണ്ടാക്കി തരുന്നത്. കോട്ടകളെയും വേണ്ടാത്ത വിചാരങ്ങളെയും എല്ലാം തകർക്കുവാൻ ക്രിസ്തുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് ആ വചനമനുസരിച്ച് നാം ജീവിക്കാൻ ശ്രമിക്കണം. വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വചനം അനുസരിപ്പാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.